ഹായ്. നിങ്ങൾ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിനെ കുറിച്ച് ഓൺലൈനിൽ സെർച്ച് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുന്ന സമയത്തോ ഒക്കെ ഒരുപാട് കേൾക്കുന്ന ഒരു പേരായിരിക്കും ബിസ് ഗുരുകൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഒരു ഇന്ത്യൻ കമ്പനിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതായത് എങ്ങനെയാണ് അത് ബിസ് ഗുരുകൾ ശരിക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് തന്നെയാണോ ചെയ്യുന്നത്? ഇനി അതല്ല അത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ എങ്ങനെയാണ് ജെന്യുവൻ ആയിട്ടുള്ള കമ്പനികളെ നമ്മൾ കണ്ടുപിടിക്കുന്നത്, എങ്ങനെയാണ് ആ കമ്പനികളെ പ്രൊമോട്ട് ചെയ്തിട്ട് നമ്മൾ ഓൺലൈനിൽ ഏൺ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ ബിസ്ഗുരുകൾ കണ്ടിട്ടില്ല, നിങ്ങളത് അതിനെക്കുറിച്ച് ഇതുവരെ അറിയില്ല എങ്കിൽ അതെന്താ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സുകളൊക്കെ കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ അത് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കമ്മീഷൻ കിട്ടുന്നതാണ് അതിൻ്റെ മെത്തേഡ്. ഓക്കെ, ഇനി ഇത് എൻ്റെ അഭിപ്രായത്തിൽ ഇത് ജെനുവിൻ ആയിട്ടുള്ള ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് രീതിയല്ല, മെത്തേഡല്ല. ഞാൻ 2015 മുതൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഫീൽഡിൽ വളരെ ആക്റ്റീവായിട്ട് ചെയ്യുന്നതാണ്. ഒരുപാട് കമ്പനികളുടെ അഫിലിയേറ്റ് മാർക്കറ്റിംഗിൽ വർക്ക് ചെയ്യുന്നതാണ്. അഫിലിയേറ്റ് ആയിട്ട് ഒരുപാട് കമ്പനികളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നതാണ്. അഫിലിയേറ്റ് മാർക്കറ്റിംഗിൻ്റെ ട്രെയിനിങ് കൊടുക്കാറുണ്ട്. അഫിലിയേറ്റ് മാർക്കറ്റിംഗിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നുണ്ട്, ഇന്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു സംഭവമാണ്, ബിസ് ഗുരുകൾ പോലെയുള്ള സംഭവമാണോ, ബിസ് ഗുരുകളാണോ, ബിസ് ഗുരുകൾ ജെനുവിൻ ആണോ? ഇതൊക്കെ എനിക്ക് ഒരുപാട് ഞാൻ കേൾക്കേണ്ടി വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ഇട്ട് അതിനൊരു ക്ലാരിറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചത്. ഓക്കെ, ബിസ് ഗുരുക്കളുടെ ഒരു വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കുറച്ച് പാക്കേജുകളുണ്ട്. പാക്കേജുകൾ എന്ന് അവർ പറയുന്നില്ല, അവർ പറയുന്നത് കോഴ്സുകളാണ്. ബേസിക്കലി 2000 റുപ്പീസിന്റെ കോഴ്സുകൾ, 7000 റുപ്പീസിന്റെ കോഴ്സുകൾ, 15,000, 19,000, അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള കോഴ്സുകളാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഇതിൽ ആദ്യത്തെ റെഡ് ഫ്ലാഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, ചില കമ്പനികളെല്ലാം അങ്ങനെ ചെയ്യാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കസ്റ്റമേഴ്സിന്, അതായത് അവരുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് അത് നല്ലതാണെന്ന് ഉറപ്പായതിനു ശേഷം മാത്രം അവർ പ്രൊമോട്ട് ചെയ്താൽ മതി. അല്ലാതെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാത്തവർ അത് പ്രൊമോട്ട് ചെയ്യേണ്ട എന്നുള്ളൊരു രീതിയിലാണ് അങ്ങനെ പറയുന്നത്. പക്ഷെ ബിസ്ഗുരുകൾ സസ്പീഷ്യസ് ആവാനുള്ള രണ്ടാമത്തെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളൊരു 2000 റുപ്പീസിന്റെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ട് അവരുടെ പ്രൊഡക്റ്റ് മറ്റുള്ള പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്ന കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 19,000ൻ്റെയോ അല്ലെങ്കിൽ 15,000ൻ്റെയോ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നതിനേക്കാൾ ഡിഫറെൻ്റ് ആയിരിക്കും. ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അവരുടെ അടുത്ത് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ മറ്റുള്ള പ്രൊഡക്റ്റുകളും ഏത് പ്രൊഡക്റ്റും പ്രൊമോട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കമ്മീഷൻ ഏൺ ചെയ്യാം. പക്ഷെ നിങ്ങൾ 2000 റുപ്പീസിന്റെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ട് 15,000ന്റെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്മീഷൻസ് കുറവായിരിക്കും കിട്ടുന്നുണ്ടാവുക. ബട്ട് സെയിം 15,000ന്റെ പ്രൊഡക്റ്റ് ആണ് പർച്ചേസ് ചെയ്തിട്ടുള്ളതെങ്കിൽ പിന്നെ അവർ ഈ 15,000ന്റെ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടുന്ന കമ്മീഷൻസ് കൂടുതലായിരിക്കും. സോ ബേസിക്കലി ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നമുക്ക് ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറൊരാളുടെ റെഫറൽ കോഡ് വേണം. അതായത് നമുക്ക് സ്വന്തമായിട്ട് പോയിട്ട് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു മൂന്ന് കാര്യങ്ങൾ വരുന്ന സമയത്ത് തന്നെ അതൊരു ഏകദേശം ഒരു MLM രീതിയിലാണ് അതിന്റെ വർക്കിംഗ്. MLMനോട് സാമ്യമുള്ള ഒരു രീതിയിലാണ്. പക്ഷെ MLMനൊരു വളരെ ഒരു ചീത്ത ഒരു നെഗറ്റീവ് വ്യൂ പോയിന്റ് ഉള്ളത് കൊണ്ട് തന്നെ അവർ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന രീതിയിൽ അത് പ്രൊമോട്ട് ചെയ്യുകയാണെന്നാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം. ഓക്കെ, ഞാൻ അതിന്റെ ലീഗൽ സൈഡിലേക്കൊന്നും പോകുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളുകൾ ഈ കോഴ്സിന്റെ വെർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യൂട്യൂബിൽ കിട്ടുന്ന വീഡിയോ പോലെ തന്നെ അത്രയും ക്വാളിറ്റി ഇല്ലാത്ത വീഡിയോസ് ആണെന്ന് തന്നെ ഞാൻ പറയും. പക്ഷെ അവർ എന്തിനാണത് പർച്ചേസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ 19,000 കൊടുത്തിട്ട് അല്ലെങ്കിൽ 15,000 കൊടുത്തിട്ട് നമ്മൾ ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത് അവർക്ക് അതേപോലെ വലിയ കമ്മീഷൻ കിട്ടിയിട്ട് പ്രൊഡക്റ്റ് റീസെല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവരൊരു ചെറിയ പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വലിയ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും അവരുടെ കമ്മീഷൻസ് കുറവായിരിക്കും. അതാണ് അതിൻ്റെ ട്രിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് തീരെ പ്രൊമോട്ട് ചെയ്യാത്തൊരു സംഭവമാണ്. ഇത് ഒരിക്കലും ഞാൻ ഒരാളുടെ അടുത്തും ചെയ്യാൻ പറയാറില്ല. ഇങ്ങനെയല്ല ജെനുവിൻ ആയിട്ടുള്ള അഫിലിയേറ്റ് മാർക്കറ്റിംഗ് കമ്പനികൾ വർക്ക് ചെയ്യുന്നത്. ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് കമ്പനി വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അവരുമായിട്ട് ഒരു അഫിലിയേറ്റ് അഗ്രിമെന്റ് സൈൻ ചെയ്ത് നമ്മൾ അവരുടെ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുകയാണ്. മോസ്റ്റ് ഓഫ് ദ ടൈംസ്, മിക്കവാറും സമയങ്ങളിലും നമ്മൾ അവരുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല അതിന്. അതായത് നിങ്ങൾ ആരുടെ അടുത്തെങ്കിലും അഫിലിയേറ്റ് മാർക്കറ്റിംഗ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് ഓൾറെഡി പേ ചെയ്യണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു റെഡ് ഫ്ലാഗ് ആണ്.
അതായത് മിക്കവാറും അഫിലിയേറ്റ് മാർക്കറ്റിംഗ് കമ്പനികൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പേയ്മെന്റ് വാങ്ങിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവരുടെ പ്രൊഡക്റ്റ് അവരുമായിട്ട് പാർട്ട്ണർ ചെയ്ത് പ്രൊമോട്ട് ചെയ്തിട്ട് നിങ്ങളാണ് അവർക്ക് വേണ്ടിയിട്ട് സെയിൽ ചെയ്യുന്നത്. അതിന് നിങ്ങളുടെ അടുത്ത് നിന്ന് തന്നെ ക്യാഷ് വാങ്ങിക്കുക എന്ന് പറയുന്നത് ഒരു ശരിയായിട്ടുള്ള രീതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അതാണ് എൻ്റെ ഒരു മെയിൻ കൺസേൺ. ഓക്കെ, ഇനി നമുക്ക് ഞാനത് പറഞ്ഞു, ഞാനതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്ന്. അപ്പോൾ പക്ഷേ നിങ്ങൾക്ക് എങ്ങനെ ജെന്യൂൻ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ, അല്ലേ? അതായത് ഞാൻ പറഞ്ഞു ബിസ്ഗുരുകുൽ ചെയ്യേണ്ട, ബിസ്ഗുരുകുൽ ഇങ്ങനെ ഒക്കെ പ്രശ്നമുണ്ട്, അപ്പോൾ ബിസ്ഗുരുകുൽ ചെയ്യേണ്ടെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ നിങ്ങൾക്ക് എങ്ങനെയാണ് ജെന്യൂൻ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളെ കണ്ടുപിടിക്കുക? ജെന്യൂൻ ആയിട്ടുള്ള നിങ്ങൾക്ക് ആമസോൺ അഫിലിയേറ്റ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈസി ആയിട്ട് ആമസോൺ അഫിലിയേറ്റ്സ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആമസോൺ അഫിലിയേറ്റിൻ്റെ പോർട്ടൽ കിട്ടും. ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് ആമസോണിലുള്ള ഏത് പ്രൊഡക്റ്റും നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്തിട്ട് ഒരു കമ്മീഷൻ വാങ്ങിക്കാവുന്നതാണ്. പക്ഷെ ആമസോൺ അഫിലിയേറ്റ്സും ഞാൻ അധികം ആളുകളുടെ അടുത്ത്, പ്രത്യേകിച്ചും ബിഗിനേഴ്സിൻ്റെ അടുത്ത് ഇത് ചെയ്യാനും ഞാൻ സജസ്റ്റ് ചെയ്യാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആമസോണിൻ്റെ പേ വളരെ കുറവാണ്. അതായത് 4%, 5% ഒക്കെയാണ് അവരുടെ പേയ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഞാൻ ബിഗിനേഴ്സിൻ്റെ അടുത്ത് എപ്പോഴും പറയുന്നത് സ്റ്റാർട്ട് വിത്ത് ഡിജിറ്റൽ പ്രൊഡക്ട്സ്. പ്രത്യേകിച്ചും സോഫ്റ്റ്വെയറുകൾ പോലെയുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്. സോഫ്റ്റ്വെയറുകൾ പോലെയുള്ള പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഇത് കമ്പനീനെ സംബന്ധിച്ച് അതൊരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അവർ ഓൾറെഡി സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അവർക്ക് നിങ്ങൾ ത്രൂ ഒരു കസ്റ്റമർ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഓൾമോസ്റ്റ് 90% അവർക്ക് അതിൽ കമ്മീഷൻസ്, അതിൽ പ്രോഫിറ്റ് തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ സോഫ്റ്റ്വെയർ കമ്പനികൾ 30% മുതൽ 70%, 80% വരെയൊക്കെ കമ്മീഷനായിട്ട് കൊടുക്കും. അതും സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകളാണ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് റിക്കറിംഗ് ആയിട്ട് ഒരു കസ്റ്റമറിൻ്റെ അടുത്ത് തന്നെ എല്ലാ മാസവും ഈ കസ്റ്റമർ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് കമ്മീഷൻസ് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു റിക്കറിംഗ് ആയിട്ടുള്ള ഒരു റവന്യൂ സോഴ്സ് ആയിട്ട് നിങ്ങൾക്ക് മാറും. ഓക്കെ, അപ്പോൾ ഇനി ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ എവിടെ നിന്ന് കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി ഫെമിലിയർ ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലുമൊക്കെ സോഫ്റ്റ്വെയറുകൾ ഉണ്ട്, നിങ്ങൾക്ക് അത് പ്രൊമോട്ട് ചെയ്യണം, അത് നല്ല സോഫ്റ്റ്വെയർ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഡയറക്റ്റ് ആ വെബ്സൈറ്റിൽ പോവുക. ഡയറക്റ്റ് ആ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മോസ്റ്റ്ലി അവരുടെ ഫൂട്ടറിൽ ഇങ്ങനെ ജോയിൻ ദ അഫിലിയേറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടോ ജോയിൻ അവർ പാർട്ട്ണർ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടോ ഒക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് അവരുടെ അഫിലിയേറ്റ് ലിങ്ക് കിട്ടുന്നതാണ്. അപ്പോൾ ആ ലിങ്ക് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്തിട്ട് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക. അതാണ് ഒരു മെത്തേഡ്. ഇനി നിങ്ങൾക്ക് പ്രൊഡക്റ്റുകൾ അറിയില്ല, എന്ത് പ്രൊഡക്റ്റാണ് പ്രൊമോട്ട് ചെയ്യണമെന്ന് അറിയില്ല, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അഫിലിയേറ്റ് മാർക്കറ്റ് പ്ലേസുകൾ. അഫിലിയേറ്റ് മാർക്കറ്റ് പ്ലേസിൽ നിങ്ങളൊരു അഫിലിയേറ്റ് ആയിട്ട് സൈനപ്പ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റുകളും നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ അതിൽ കാറ്റഗറി ബേസ് ചെയ്തിട്ട് അതിനെ ഡിവൈഡ് ചെയ്ത് പ്രോപ്പറായിട്ട് അവർ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് അതിലുള്ള പ്രൊഡക്റ്റുകൾ കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്കൊരു വിശ്വാസമുള്ള പ്രൊഡക്റ്റുകളെ അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് പ്രൊമോട്ട് ചെയ്യാം. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന മാർക്കറ്റ് പ്ലേസുകളിൽ ഏറ്റവും വലിയൊരു പ്രൊഡക്റ്റാണ് ക്ലിക്ക് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ക്ലിക്ക് ബാങ്ക് ഇന്ത്യയിൽ അവൈലബിൾ അല്ല. ഇന്ത്യയുടെ പുറത്ത് നിങ്ങൾ എവിടെയെങ്കിലുമാണ് വർക്ക് ചെയ്യുന്നതെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ബാങ്കിലൂടെ കണ്ടുപിടിക്കാം. ക്ലിക്ക് ബാങ്ക് പോലെ തന്നെ മറ്റ് കുറച്ച് മാർക്കറ്റ് പ്ലേസുകളാണ്. ഒന്ന് വാരിയർ പ്ലസ്, രണ്ടാമത് CJ.com അല്ലെങ്കിൽ commissionjunction.com എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഡിജി സ്റ്റോർ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ട്, JVZoo എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ട്. ഇതൊക്കെയാണ് മറ്റ് പോപ്പുലർ ആയിട്ടുള്ള അഫിലിയേറ്റ് മാർക്കറ്റ് പ്ലേസുകൾ. ഇത് കൂടാതെ ഒരുപാട് മാർക്കറ്റ് പ്ലേസുകൾ ഉണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അഫിലിയേറ്റ് മാർക്കറ്റ് പ്ലേസുകൾ ഇഷ്ടംപോലെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്തിട്ട് അതിൻ്റെ അഫിലിയേറ്റ് ലിങ്ക് എടുത്തിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നിങ്ങൾ സീരിയസ് ആയിട്ട് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതൊരു പ്രോപ്പർ റവന്യൂ സ്ട്രീം ആയിട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ ഇന്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയാണ്. ഇതിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ഓൺ സിസ്റ്റം ഉണ്ട്. ഫ്രീഡം ബിസിനസ് OS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട്. ഫണൽസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാമെന്നുള്ളൊരു സിസ്റ്റമാണ്. അതൊരു ഫണൽ സിസ്റ്റമാണ്. ഈ ഫണൽ സിസ്റ്റം നിങ്ങൾക്ക് ഇതിൽ നിങ്ങൾ ഇന്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫണൽ സിസ്റ്റവും കിട്ടും. ആ ഫണൽ എങ്ങനെ യൂസ് ചെയ്യണം, അതിൽ നിന്ന് ഏതൊക്കെ പ്രൊഡക്റ്റുകൾ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യണം, അതിനുള്ള സജഷൻസ് നമ്മൾ തരും. അത് പ്രൊമോട്ട് ചെയ്യാനുള്ള ഫുൾ ആയിട്ടുള്ള ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഫണൽസ് നിങ്ങൾക്ക് തരും. ആ ഫണൽ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ട്രെയിനിങ്ങുകൾ തരും. നമുക്ക് വീക്ക്ലി 3 ലൈവ് കോച്ചിങ് കോൾസ് ഉണ്ട്. അപ്പോൾ ഈ കോച്ചിങ് കോൾസിലൂടെ നിങ്ങൾക്ക് ട്രെയിനിങ് തരും. അതല്ലാതെ ഒരുപാട് റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകളുണ്ട്.
അത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാം. അതുമല്ലാതെ നിങ്ങൾ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഇത് ചെയ്യുന്ന സമയത്ത് സ്റ്റക്കായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ താഴെ പോയി കഴിഞ്ഞാൽ ഷെഡ്യൂൾ എ കോൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഒരു സൂം കോൾ ഷെഡ്യൂൾ ചെയ്തിട്ട് നിങ്ങൾക്ക് നമ്മുടെ സപ്പോർട്ട് ടീമുമായിട്ട് അല്ലെങ്കിൽ എന്നെ ആയിട്ട് ഡയറക്റ്റ് 1-on-1 കോൾ ഷെഡ്യൂൾ ചെയ്തിട്ട് നിങ്ങളുടെ പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അഗെയിൻ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസ് ഗുരുകുൽ പോലെയുള്ള പ്രോഗ്രാംസ് ഒരുപാടുണ്ട്. അപ്പോൾ അതുപോലെയുള്ള പ്രോഗ്രാമുകളിൽ പോയി ജോയിൻ ചെയ്യാതിരിക്കുക. അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, പ്രത്യേകിച്ചും അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പ്രോപ്പറായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ആളുകൾ ഇതുപോലെയുള്ള പ്രോഗ്രാമുകളിൽ സ്കിപ്പ് ചെയ്യുക. ജെന്യൂൻ ആയിട്ടുള്ള മെത്തേഡിൽ ചെയ്യുക, പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് എടുക്കുക. ഇപ്പോൾ ഇതുപോലെയുള്ള കമ്മ്യൂണിറ്റികളിൽ ജോയിൻ ചെയ്യുക. ഇന്റർനെറ്റ് ലാബ്സ് ക്ലബ്ബ് പെയ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ്. 3 മാസത്തേക്ക് ഇപ്പോൾ $37 നമ്മൾ ചാർജ് ചെയ്യുന്നത്. നമ്മളത് കൂട്ടും, പക്ഷേ ഞാനിപ്പോൾ വീഡിയോ ഇടുന്ന സമയത്ത് 3 മന്ത്സ് കൂടുന്ന സമയത്ത് $37 നമ്മൾ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ വേറെയും കമ്മ്യൂണിറ്റികൾ ഉണ്ടാവും. ഇപ്പം നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇൻവെസ്റ്റ്മെൻറ്റ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ 1-on-1 ആയിട്ട് ഒരു മെൻറ്ററെ ഹയർ ചെയ്യുകയോ ചെയ്ത് അത് പ്രോപ്പറായിട്ട് ചെയ്യാന്നുള്ളതാണ് ഈ കാര്യം. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ശരിയായ രീതിയിൽ സിസ്റ്റംസ് ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പ്രോഫിറ്റബിൾ ആയിട്ട് നമുക്ക് റൺ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് മോഡൽ കൂടെയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഞാൻ മാക്സിമം എല്ലാവർക്കും ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ.